ഒന്നുമില്ല. എന്താണ് അവിടെ? അമ്മ ഇവിടെ പലരും പറയുന്നുണ്ട് അവിടെ സ്വർഗമുണ്ട് നഗരമുണ്ട് എന്നൊക്കെ. അങ്ങനെ വല്ലതും ഉണ്ടാ? ഇന്നാളൊരു മൊല്ലാക്ക പറയണ്ടായിരുന്നു, സ്വർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴകളാണത്രേ. ഒന്ന് തേനിന്റെ പുഴ, ഒന്ന് പാലിന്റെ പുഴ, ഒന്ന് മദ്യത്തിന്റെ. എന്ത് വൃത്തികേടായിരിക്കും പുഴയെ കൂടി പാലൊഴുകുന്നത്. അതൊക്കെ നമ്മള്. പ്രിയപ്പെട്ട സലീമേട്ട, നമ്മൾ എല്ലാവരും ഒരു അമ്മയുടെ വയറ്റിൽ നിന്നും പുറത്തേക്ക് വന്ന ആളാണ്. ആ വയറ്റിലുള്ള സമയത്ത് നമുക്ക് ഇരുട്ടായിരുന്നു. ആ ഗർഭപാത്രത്തിലുള്ള സമയത്ത് നമുക്ക് എങ്ങാനും യുക്തി നൽകപ്പെട്ടിരുന്നെങ്കിൽ നമ്മൾ ചിന്തിച്ചേനെ, നമ്മുടെ ഈ വാഴപ്പിണ്ടി പോലെയുള്ള വളരെ സോഫ്റ്റായിട്ടുള്ള നമ്മുടെ കാല് വെച്ച് നമ്മൾ എങ്ങനെയാണ് നടക്കുക? നമ്മൾ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തിറങ്ങിയാൽ നമുക്കെങ്ങനെയാണ് നടക്കാൻ സാധിക്കുക? നമ്മളത് ചിന്തിച്ചിട്ടുണ്ടാവും. അതായത് ആ സമയത്ത് നമുക്കറിയപ്പെട്ടാൽ, അതായത് നമ്മൾ ഭൂമിയിലോട്ട് പോയ ശേഷം നമ്മൾ കാലുകൊണ്ട് നടക്കും. നമ്മുടെ ഈ കൈ കൊണ്ട് നമ്മൾ കല്ലുകൾ പൊന്തിക്കും, കല്ലുകൾ പൊക്കും. നമ്മൾ ഈ കൈ കൊണ്ട് മരം വെട്ടും, കഠിനമായി അധ്വാനിക്കും. നമ്മൾ ഈ കൈ കൊണ്ട് വീടുണ്ടാക്കും. നമ്മൾ ഈ കൈ കൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും ചിന്തിച്ചുകൊണ്ട് പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കും. നമ്മൾ ഈ ഇരുട്ടറയിൽ നിന്നും അടുത്ത ലോകത്ത് ഭൂമിയാകുന്ന അല്ലെങ്കിൽ ആ ഗർഭപാത്രത്തിന് പുറത്ത് നമ്മൾ എത്തിയാൽ നമ്മുടെ കാലുകൾ ഉറക്കുകയും അസ്ഥി കൂടുതൽ ബലപ്പെടുകയും അതുമൂലം നമുക്ക് നടക്കാൻ സാധിക്കുകയും ചെയ്യും. നമ്മൾ കരയുക മാത്രം ചെയ്യുന്ന നമ്മൾ ചിരിക്കാൻ പഠിക്കും, നമ്മൾ സന്തോഷിക്കും, നമ്മൾ വികാര പ്രകടനങ്ങൾ നടത്തും, നമ്മൾ വിവാഹം കഴിക്കും, നമ്മൾ മറ്റൊരു കുട്ടിക്ക് അച്ഛനാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യുക്തി കൊണ്ട് ഗർഭപാത്രത്തിൽ നിന്നും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ അത് അംഗീകരിക്കാൻ സാധ്യതയില്ല. വളരെ വലിയ ഒരു വിഷയം തന്നെയാണ് യുക്തി എന്ന് പറയുന്നത്. നമ്മുടെ യുക്തിക്കും നമ്മുടെ കണ്ണിനും നമ്മുടെ കാഴ്ചക്കുമൊക്കെ നമ്മുടെ കേൾവിക്കുമൊക്കെ വളരെ പരിധിയുണ്ട്. നമുക്ക് കഴിയാത്ത യുക്തിക്ക് ഒരു പരിധിയുണ്ട്, നമ്മുടെ കാഴ്ചക്കൊരു പരിധിയുണ്ട്, അതിനപ്പുറം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നമ്മുടെ കേൾവിക്കൊരു പരിധിയുണ്ട്, അതുകൊണ്ട് ചില ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. എന്തിനേറെ പറയുന്നു, ചില മൃഗങ്ങൾ നായ പോലെയുള്ള ചില മൃഗങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുകയും കാണാൻ സാധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മനുഷ്യന് കാണാനോ കേൾക്കാനോ സാധിക്കുന്നില്ല. മനുഷ്യന് ഒരു പരിധിയുണ്ട്, മനുഷ്യ യുക്തിക്ക് ചില പരിധികളുണ്ട്. അതുപോലെ തന്നെ സ്വർഗത്ത് നടക്കുന്ന കാര്യങ്ങൾ, അതായത് ഈ ലോകത്ത് നിന്നും മറ്റൊരു ലോകത്തേക്ക് മനുഷ്യർ നീങ്ങുന്നു. അങ്ങനെ നീങ്ങുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ യുക്തിക്ക് ഒരിക്കലും തന്നെ മനസ്സിലാകണമെന്നില്ല, അത് നമ്മുടെ യുക്തിക്ക് യോജിക്കണം എന്നില്ല. കാരണം അവിടെ നദിയുണ്ട്, അവിടെ പുഴയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന നദി ഈ ഭൂമിയിലുള്ള ഒഴുകുന്ന സാധാരണ നദിയാണ്. നമ്മുടെ ചിന്തകൾ വെറും 5-6 കിലോമീറ്റർ ചുറ്റളവിൽ ഒതുങ്ങിക്കൊണ്ട് ആ ഒരു ചുറ്റളവിൽ ഒഴുകുന്ന നദിയും ആ ഒരു ചുറ്റളവിൽ ജീവിക്കുന്ന നമ്മളും എന്ന രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ യുക്തിക്കപ്പുറം പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് തന്നെ സൂര്യനിലേക്ക് എത്തിച്ചേരാൻ വളരെ പ്രയാസമാണ്. അത് സത്യത്തിൽ യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ആ സൂര്യനിൽ നിന്നും പിന്നെ കോടാനുകോടി പ്രകാശവർഷ ദൂരങ്ങൾ, അത് എത്രയാണ് എന്ന് ചിന്തിച്ചാൽ നമ്മുടെ യുക്തിക്കത് ഒതുങ്ങുന്നതല്ല. അതിനപ്പുറത്തിങ്ങനെ പോയാൽ പിന്നെ അതിന് അറ്റമുണ്ടോ എന്ന് തന്നെ നമ്മുടെ യുക്തിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. അതായത് നമ്മുടെ യുക്തിയിൽ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഒതുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയാത്ത ഈ സമയത്ത്, ഈ കാലഘട്ടത്ത് അതിനപ്പുറം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ പരലോക ജീവിതം, സ്വർഗം എന്ന് പറയുന്ന ഈ ഒരു സംഭവം എന്താണ് എന്ന് നമ്മുടെ യുക്തി കൊണ്ട് അളന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ എല്ലാ മതങ്ങളിലും സ്വർഗവും നരകവും ഉണ്ട്. അതുപോലെ തന്നെ ഹൂറികൾ അല്ലെങ്കിൽ അപ്സരസുകൾ എന്ന പേരിൽ മറ്റൊരു മതത്തിലും ഉണ്ട്. അങ്ങനെ ഇസ്ലാം മാത്രം മുമ്പോട്ട് വെക്കുന്ന ഒരു സംഭവമല്ല ഈ സ്വർഗവും നരകവും എന്നുള്ളത്.
അത് പലരും പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നത് തന്നെയാണ് സത്യം. ഇസ്ലാം എന്ന് പറയുന്നത് വളരെ ആഴത്തിൽ ബഹുഭൂരിപക്ഷം ഇസ്ലാം മതവിശ്വാസികളും അവരുടെ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം ഇസ്ലാം മതവിശ്വാസികളും തങ്ങൾക്ക് ഈ വക കാര്യങ്ങൾ പലതും അറിയുന്നവരാണ്. എന്നാൽ ചില ആളുകൾ തങ്ങളുടെ മതത്തിൽ എന്താണ് ഉള്ളത്, തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ എന്താണ് രേഖപ്പെടുത്തിയത് എന്ന് പലരും പഠിക്കാൻ തയ്യാറാകുന്നില്ല. മറ്റുള്ളവരുടെ കയ്യടിക്ക് വേണ്ടി, താൽക്കാലിക സുഖത്തിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രോത്സാഹനത്തിന് വേണ്ടി, ഇൻ്റർനെറ്റിൽ വൈറലാകാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സിമ്പതി, സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം മതത്തെ തള്ളിപ്പറയുന്നവർ തീർച്ചയായിട്ടും അബദ്ധം തന്നെയാകുന്നു. ഇസ്ലാം മതവിശ്വാസികൾ അല്ലെങ്കിൽ ഏത് മതത്തിലാണോ തങ്ങൾ വിശ്വസിക്കുന്നത് അത് തുറന്നു പറയാനുള്ള ആർജവം ഉണ്ടായിരിക്കണം. ഇനി അഥവാ അവർ മതങ്ങളിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ തുറന്നു പറയണം ഞാൻ ആ ആളാണ് എന്ന്. അതിനുള്ള ആർജവം വേണം. അല്ലാതെ ഞാൻ ഒരു വിശ്വാസിയാണ് പക്ഷേ മതഭ്രാന്തില്ല എന്ന് പറയുന്നത് പോലെ പലയിടങ്ങളിലും തട്ടാതെ, അതായത് ഞാനൊരു വിശ്വാസിയാണ് എന്ന് കഷ്ടപ്പെട്ടുകൊണ്ട് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കട്ടെ.